Okay, good afternoon. Today we'll be dealing with the neuroanatomy of brain, the second part. Okay, so before moving on to the second part, I think that you should have already seen this first part, which covers the basic structure of brain, focusing on the cerebrum and the four lobes of cerebrum and the functions associated with this four lobes. Okay, the next part of brain that we are going to study is the cerebellum. Okay, when we wanted to study about cerebellum, there is a nickname for cerebellum that is known as the little brain. Okay. So what type of way you can study is up to you, but basically you should be able to translate about the cerebellum importance, the location of cerebellum onto the central nervous system, and the functions associated with the cerebellum. Okay. So cerebellum is actually found inferior to the tentorium cerebelli. Okay. അപ്പോൾ ടെൻറ്റോറിയം സെറിബെല്ലി എന്ന് പറയുന്നത് ഒരു മാർജിനേഷൻ ആണ്. അതായത് നമ്മുടെ ബ്രെയിനിന്റെ മെയിൻ കാവിറ്റിയും ബ്രെയിൻ സ്റ്റെമ്മും തമ്മിലുള്ള ഒരു ബൗണ്ടറി ആണ് ഈ പറഞ്ഞ ടെൻറ്റോറിയം സെറിബെല്ല എന്ന് പറയുന്നത്. അതിന് നെക്സ്റ്റ് സ്ലൈഡിൽ അതിന്റെ ഡെഫിനിഷൻസ് ഉണ്ട്. പിന്നെ സെറിബെല്ലം ഒരു ഏകദേശം അതായത് മെയിൻ ബ്രെയിൻ കമ്പാർട്ട്മെന്റിന്റെ ഒരു ഇൻഫീരിയർ പൊസിഷനിലാണ് അത് ലേ ചെയ്യുന്നത്, വിച്ച് ഇസ് ഓൾസോ കണക്റ്റഡ് ടു ദി പോൺസ്, ദ ഫോർത്ത് വെൻട്രിക്കിൾ ആൻഡ് ദി മെഡുല ഒബ്ലൻഗാറ്റ. അതായത് ഹൈൻഡ് ബ്രെയിൻ ആയിട്ട് ഏറ്റവും കൂടുതൽ കണക്ഷൻ വരുന്ന ബ്രെയിനിന്റെ ഒരു പാർട്ടാണ് സെറിബെല്ലം. ഓക്കെ. പിന്നെ നമ്മൾ ഇപ്പോൾ സെറിബെല്ലം എന്ന് പറയുന്നത് മൊത്തം ബ്രെയിനിന്റെ ഈ ഒരു ബ്രെയിൻ കോണ്ടന്റിന്റെ ഒരു 10% മാത്രമാണ് അത് ഓക്യുപ്പൈ ചെയ്യുന്നത്. ഓക്കെ. പക്ഷേ നമ്മുടെ ബ്രെയിനിലുള്ള മൊത്തം ന്യൂറോൺസിന്റെ 50%-ലധികം നെറ്റ്വർക്കിംഗ് വരുന്നത് ഈ പറഞ്ഞ സെറിബെല്ലത്തിലാണ്. ഓക്കെ. സോ അതിന്റെ ഇമ്പോർട്ടൻസ് അതിൽ ഉണ്ടായിട്ടുള്ള ആ നെറ്റ്വർക്ക് അല്ലെങ്കിൽ മെഷ് വർക്ക് ഓഫ് ന്യൂറോൺസ് ആണ്. ഓക്കെ. നേരത്തെ സ്ലൈഡിൽ ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് നിയറർ ടു ദ ഏത് സെറിബെല്ലം. സെറിബെല്ലം ഇസ് ലൊക്കേറ്റഡ് നിയറർ ടു ദ ടെൻറ്റോറിയം സെറിബെല്ലി എന്ന് പറഞ്ഞിട്ട്. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദിസ് ടെൻറ്റോറിയം സെറിബെല്ലി. ഇറ്റ് ഇസ് എ ക്രിസൻ ഷേപ്ഡ് എക്സ്റ്റൻഷൻ ഓഫ് ദ ഡ്യൂറ മാറ്റർ. അപ്പൊ നിങ്ങൾ S7-ലാണെങ്കിലും S5-ലാണെങ്കിലും പഠിച്ചിട്ടുണ്ടാവും. ഡ്യൂറ മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? അത് ബ്രെയിനിന്റെ ഔട്ടർമോസ്റ്റ് പാർട്ടാണ്, വിച്ച് ഇസ് സംവാട്ട് ദ ടഫ് ഔട്ടർ മെംബ്രെയിൻ ഓഫ് ദ ബ്രെയിൻ. ആ ഒരു ഡ്യൂറ മാറ്ററിന്റെ ഒരു ഹൊറിസോണ്ടൽ പാർട്ടീഷൻ ആണ്. അതായത് ഇറ്റ് ഇസ് എ എക്സ്റ്റൻഷൻ ഓഫ് ഡ്യൂറ മാറ്റർ that forms a horizontal partition within the cranial cavity, separating the cerebrum from the cerebellum and brainstem. അതായത് നമുക്കറിയാം സെറിബ്രം, സെറിബെല്ലം ആൻഡ് ബ്രെയിൻ സ്റ്റെം ആണ് ബ്രെയിനിന്റെ 3 കമ്പാർട്ട്മെന്റ്സ് അല്ലെ. അപ്പൊ ഈ മൂന്നെണ്ണത്തിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സെപ്പറേഷൻ എൻറ്റൈറ്റി ആയിട്ട് വേണം നമുക്ക് ടെൻറ്റോറിയം സെറിബെല്ലിനെ കാണാൻ വേണ്ടിയിട്ട്. അത് ബേസിക്കലി എന്താണ്? ഇറ്റ് ഈസ് ദ എക്സ്റ്റൻഷൻ ഓഫ് ദി ഡ്യൂറ മാറ്റർ. ഓക്കെ. പിന്നെ നമുക്കറിയാം നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ചിട്ടുള്ളത് സെറിബ്രം ആണ്. ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് സെറിബെല്ലാണ്. സെറിബെല്ലം ബ്രെയിൻ സ്റ്റെം ആയിട്ട് കണക്റ്റഡ് ആണ്. ആ കണക്ട് ചെയ്യാൻ സഹായിക്കുന്ന 3 കാര്യങ്ങളാണ് 3 സെറിബെല്ലാർ പെഡങ്കിൾസ് എന്ന് പറയും. ഓക്കെ, വിച്ച് ഇസ് സിംപ്ലി സം കണക്ഷൻ. 3 പെഡങ്കിളുടെ പേരുകൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, ബിക്കോസ് ദർ ഇസ് നോ നീഡ് ടു ഗോ ഇൻ ടു ഡീപ് ഡീറ്റെയിൽ ഓഫ് ദോസ്. Those 3 peduncles are the superior peduncle, the inferior peduncle and the middle peduncle. So you have to understand what are those peduncles and what is the use of this. ഇത് എന്തിനെയാണ് കണക്ട് ചെയ്യുന്നത്? The cerebellum is getting connected to the brain stem by means of these 3 peduncles. Okay. ഇനി നമുക്ക് അറിയാൻ പോകുന്നത് what are the main functions of this cerebellum. Okay. അപ്പൊ സെറിബെല്ലത്തിനെ നമ്മൾ മറ്റൊരു പേര് വിളിക്കുന്നുണ്ട്, ദാറ്റ് ഇസ് കോൾഡ് ആസ് എ ലിറ്റിൽ ബ്രെയിൻ. ഓക്കെ. അപ്പൊ സെറിബെല്ലം പ്രധാനമായിട്ടും കോർഡിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പൊ നമുക്കറിയാം ബ്രെയിൻ എന്ന് പറയുന്നത് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മെഷ് വർക്കാണ്. ഒരു പാർട്ട് ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള റോള് കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് മറ്റ് ബ്രെയിനിന്റെ മറ്റ് കമ്പാർട്ട്മെന്റ് ചെയ്യുന്ന പ്രോമിനന്റ് റോൾസിന്റെ സബ് റോൾസും ആ ഒരു കമ്പാർട്ട്മെന്റ് ചെയ്യുന്നുണ്ടാകും. പക്ഷെ നമ്മളൊരു കമ്പാർട്ട്മെന്റിന്റെ മെയിൻ റോൾസ് ആണ് സ്പെസിഫൈ ചെയ്യേണ്ടത്. ഓക്കെ. സെറിബെല്ലത്തിന്റെ മെയിൻ റോൾ എന്ന് പറയുന്നത് ഇറ്റ് കോർഡിനേറ്റ്സ് ദ മൂവ്മെന്റ്സ്. ഓക്കെ. ഇറ്റ് കൺട്രോൾസ് ദ പോസ്ചർ, ബാലൻസ് ആൻഡ് ഫൈൻ മോട്ടോർ മൂവ്മെന്റ്. ഇറ്റ് ഈസ് ഇൻവോൾവ് ഇൻ മോട്ടോർ ലേണിംഗ്. അതായത് ഇപ്പൊ മൂന്നാമത്തെ ഒരു പോയിന്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. മോട്ടോർ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ നമ്മൾ പിച്ച വെച്ച് നടക്കുന്ന ആ ഒരു കുഞ്ഞുങ്ങള്, ഓക്കെ, അപ്പൊ അവർക്ക് നടന്ന് തുടങ്ങുന്ന ആ ഒരു
പോയിന്റിലേക്ക് വേണം നമ്മൾ സെറിബെല്ലത്തിന്റെ മെച്ചുറേഷൻ നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, നമുക്കറിയാം ചില കുട്ടികൾ ഇപ്പോൾ 8 മാസത്തിൽ തന്നെ ഒറ്റടി വെച്ച് നടന്നു തുടങ്ങും. ചില കുട്ടികൾ എപ്പോഴാണ് നടക്കുക, 1.5 വയസ്സ് അല്ലെങ്കിൽ ചിലപ്പോൾ 2 വയസ്സായിട്ടായിരിക്കും നടക്കുക. അത് സോൺലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഡെവലപ്മെന്റ് ഓഫ് സെറിബെല്ലം. നമുക്കറിയാം ഒരു കുട്ടി 1 വയസ്സ് തൊട്ടിട്ട് 5 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് 90% ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ മൈൽ സ്റ്റോണും എപ്പോഴാണ് എത്തണേന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി CNS ഡെവലപ്മെന്റ്. ഓക്കെ, അതുമാതിരി ഇറ്റ് കോർഡിനേറ്റ്സ് ദ മൂവ്മെന്റ്, മെയിൻലി നമ്മുടെ മൂവ്മെന്റ് ആക്ടിവിറ്റീസ്. ഇതെന്ന് പറയുന്നത് കൺട്രോൾസ് ദ പോസ്ചർ, ബാലൻസ് ആൻഡ് ഫൈൻ മോട്ടോർ മൂവ്മെന്റ്. ഇപ്പൊ നമുക്ക് അറിയാം, നമ്മളിപ്പോ ബൈപ്പെഡൽസ് ആണ്, നമ്മൾ നേരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എപ്പോഴാണ് ഒരു ബാലൻസ് ലോസ് തോന്നുന്നത്? എപ്പോഴാണ്? ഇപ്പൊ നമുക്കിപ്പോ പ്രഷർ കുറയുക, ടെമ്പറേച്ചർ കുറയുക, അല്ലെങ്കിൽ ഭയങ്കര പനിക്കുക, അല്ലെങ്കിൽ ഷുഗർ കുറയുക, അങ്ങനത്തെ സിറ്റുവേഷൻസിലല്ലാണ്ട് നമ്മുടെ ഇയർ ബാലൻസിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് ബാലൻസ് കിട്ടില്ല, അല്ലെ? കാരണം ഈ സെറിബെല്ലം എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ട് ഡയറക്ട്ലി കണക്റ്റഡ് ടു ദി വെസ്റ്റിബുലാർ ഓർഗൻസ് ആണ്. അതെ, അപ്പോൾ മെയിൻ ഫങ്ഷൻസ് നിങ്ങൾ കോറിലേറ്റ് ചെയ്തിട്ട് വേണം പഠിക്കാൻ. സെറിബെല്ലം ഇസ് coordinating the movements, it is controlling the posture, balance, and in early childhood it is involved in the motor learning. Okay, പിന്നെ സെറിബെല്ലത്തിന്റെ ഒരു കോർഡിനേഷൻ ഓഫ് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് ഇപ്സിലാറ്ററൽ കൺട്രോൾ ഓഫ് മൂവ്മെന്റ്സ് ആണ്. ഡെഫിനറ്റ്ലി ഈ ഒരു ടേം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്സിലാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സെറിബ്രത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? നമ്മുടെ റൈറ്റ് സൈഡ് ഓഫ് ബ്രെയിൻ, അതായത് നമ്മൾ നേരത്തെ ഉദ്ദേശിച്ചിട്ടുള്ളത് റൈറ്റ് സൈഡ് ഓഫ് സെറിബ്രം ഇസ് കൺട്രോളിങ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ബോഡി ആൻഡ് വൈസ് വേഴ്സ, അങ്ങനെയല്ലേ? പക്ഷെ സെറിബെല്ലത്തിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. it is having the ipsilateral control of movements. എന്താ അത്? അതായത് സെറിബെല്ലത്തിന് 2 ഹെമിസ്ഫിയർ ഉണ്ട്. ആ സെറിബെല്ലത്തിന്റെ റൈറ്റ് സൈഡ് കൺട്രോൾ ചെയ്യുന്നത് റൈറ്റ് സൈഡ് ഓഫ് ബോഡി തന്നെയാണ്, ലെഫ്റ്റ് ഹെമിസ്ഫിയർ കൺട്രോൾ ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡ് ഓഫ് ബോഡി മൂവ്മെന്റ്സിനെയാണ്. അതിനാണ് ഇപ്സിലാറ്ററൽ കൺട്രോൾ ഓഫ് മൂവ്മെന്റ്സ് എന്ന് നമ്മൾ സാധാരണ പറയുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു ജിഫ് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും എനിക്ക് ഉറപ്പാണ്. ഇത് എന്താ സംഭവം? മസിൽ കോൺട്രാക്ഷൻസ് ആണ്, അല്ലെ? ഇവിടെ ആക്റ്റിൻ ഉണ്ട്, മയോസിൻ ഉണ്ട്. അതിന്റെ ഒരു സ്ലൈഡിങ് മൂവ്മെന്റ് വഴി മസിൽ കോൺട്രാക്ട് ചെയ്യുന്ന ഒരു കുഞ്ഞൊരു പിക്ചർ ആണിത്. ഓക്കെ, ഈ മസിൽ കോൺട്രാക്ഷന്റെ ഒരു ജിഫ് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ സെറിബെല്ലം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഇറ്റ് ഇസ് ഹൈലി അസോസിയേറ്റഡ് വിത്ത് മോട്ടോർ സ്കിൽസ്, മോട്ടോർ മെമ്മറി എല്ലാം. ഇപ്പോ നമുക്ക് നമ്മുടെ ഒരു മസിൽ, ഏത് മസിൽ ആയിക്കോട്ടെ, കോൺട്രാക്ട് ചെയ്യണം. ആ കോൺട്രാക്ട് ചെയ്യുമ്പോൾ എത്ര അളവിൽ കോൺട്രാക്ട് ചെയ്യണം, എത്ര ഫ്രീക്വൻസി, എത്ര സെക്കൻഡ് ആ കോൺട്രാക്ഷൻ നിൽക്കണം എന്നുള്ളൊരു കോർഡിനേറ്റഡ് ഡിസിഷൻ എടുക്കുന്നത് ഈ സെറിബെല്ലമാണ്. ഒരിക്കലും സെറിബെല്ലത്തിലെ ആ ഒരു എന്താ പറയാ സിഗ്നൽ പുറപ്പെടുവിക്കുന്നത് സെറിബെല്ലം അല്ല, പക്ഷെ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി സെറിബെല്ലത്തിന് മാത്രം സ്വന്തമാണ്, എസ്പെഷ്യലി വെൻ റിലേറ്റഡ് ടു ദിസ് മോട്ടോർ മസിൽസ് ആൻഡ് ആക്ടിവിറ്റീസ്. പിന്നെ നമ്മളൊന്ന് കണ്ടൻസ് ചെയ്തിട്ട് പറയാണ് വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് സെറിബെല്ലം. സോ ദ ഡിസെൻഡിങ്, നിങ്ങൾക്ക് 2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ദ ഡിസെൻഡിങ് സൂപ്രാസ്പൈനൽ സിഗ്നൽസ് എന്താണ്, അതുമാതിരി അസെൻഡിങ് അഫറന്റ് ഫീഡ്ബാക്ക് സിഗ്നൽസ് എന്താണ്. ഇപ്പൊ ഡിസെൻഡിങ് സൂപ്രാസ്പൈനൽ സിഗ്നൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they are the nerve impulses that travel from the brain to the spinal cord. അതിന്റെ ഡയറക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്, ഡിസെൻഡിങ് ആണ്. അപ്പോ ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോർഡിലേക്കാണ് അതിന്റെ ട്രാവൽ ടു. അപ്പോൾ മെയിൻലി ടു ഇൻഫ്ലുവൻസ് ദ പ്രോസസിംഗ് ഓഫ് സെൻസറി ഇൻഫർമേഷൻ, മോട്ടോർ ഫങ്ഷൻസ് ആൻഡ് മോഡുലേറ്റ് പെയിൻ പെർസെപ്ഷൻ. അപ്പൊ ഇതെല്ലാം നമ്മളിപ്പോൾ സെറിബെല്ലത്തിനെ മാത്രം കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഈ 3 കാര്യങ്ങളിൽ വി ക്യാൻ ജസ്റ്റ് ടേക്ക് ദിസ് മോട്ടോർ ഫങ്ഷൻസ്. കാരണം പെയിൻ പെർസെപ്ഷൻ എന്ന് പറയുന്നത് സെറിബെല്ലത്തിന്റെ പാർട്ട് അല്ല. ഓക്കെ, സോ ഡിസെൻഡിങ് സൂപ്രാസ്പൈനൽ സിഗ്നൽസ് എന്ന് പറയുന്നത് ദ ഇമ്പൾസസ് ദാറ്റ് ഇസ് ട്രാവലിംഗ് ഫ്രം ദ ബ്രെയിൻ ടു ദ സ്പൈനൽ കോർഡ്. ഓക്കെ, ഇനി അസെൻഡിങ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പൊ ഡിസെൻഡിങ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അസെൻഡിങ് ഇസ് ക്വൈറ്റ് ഈസി, അല്ലേ? അസെൻഡിങ് അഫറന്റ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സെൻസറി ഇൻഫർമേഷൻ ട്രാവലിംഗ് ഫ്രം ദ ബോഡീസ് റിസെപ്റ്റേഴ്സ് അപ്പ് ദ സ്പൈനൽ കോർഡ് ഇൻ ടു ദ ബ്രെയിൻ. ബ്രെയിനിലേക്ക് പോകുന്ന സിഗ്നൽസ് ആണ് അസെൻഡിങ് അഫറന്റ് ഫീഡ്ബാക്ക് സിഗ്നൽസ്. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് വരുമ്പോൾ നമ്മുടെ സെറിബെല്ലത്തിന്റെ മെയിൻ റോൾ എന്ന് പറയുന്നത് ഇറ്റ് ആക്ട് ആസ് എ കമ്പറേറ്റർ. അതായത് വെച്ചാൽ ഇവർ രണ്ടുപേരുടെയും ഒരു മധ്യസ്ഥനായിട്ട് ആക്ട് ചെയ്യും. കാരണം ഈ 2 സിഗ്നൽസും ഒരുമിച്ച് പ്രോസസ് ചെയ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്കിൽസ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മൂവ്മെന്റ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മൾ വിറയ്ക്കും, ജെർക്ക് ചെയ്യും, അങ്ങനെ ഒരു അസാധ്യമായിട്ടുള്ള പലതും നമ്മൾ കാഴ്ചവെച്ചു എന്ന് വരും. അപ്പോൾ സെറിബെല്ലത്തിന്റെ ടൈംലി ആക്ഷൻ, അതിന്റെ ഒരു മധ്യസ്ഥത വഹിക്കുന്ന ആ ഒരു ആക്ഷൻ വെച്ചിട്ടാണ് ഈ 2 സിഗ്നൽസിനെയും കമ്പൈൻ ചെയ്തിട്ട് അതിൽ നിന്നും ഇൻഫർമേഷനെ സെലക്ട് ചെയ്തിട്ട്
നമ്മൾക്ക് യാതൊരുവിധ കേടുപാടും ഇല്ലാണ്ട് നമ്മുടെ എനർജീനെ കറക്റ്റ്ലി യൂട്ടിലൈസ് ചെയ്തിട്ട് എങ്ങനെ നമ്മുടെ മോട്ടോർ സ്കിൽസ് കൊണ്ടുപോകണം എന്നുള്ളൊരു ഡിസിഷൻ മേക്കർ ആണ് നമ്മുടെ സെറിബെല്ലം. ഓക്കെ. പിന്നെ സെറിബെല്ലം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ടിങ് ലൈക്ക് എ ടൈമിംഗ് ഡിവൈസ്. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു എന്താണ് നമ്മുടെ മസിൽ കോൺട്രാക്ഷന്റെ കാര്യം. അപ്പൊ മസിൽസ് ഏത് രീതിയിലാണ് കോൺട്രാക്ട് ചെയ്യേണ്ടത്, എവിടുത്തെ മസിൽസ് ആണ് കോൺട്രാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, കോൺട്രാക്ഷൻ എത്ര സമയത്തേക്ക് നിൽക്കണം, ഇനി കോൺട്രാക്ട് ചെയ്യാനുള്ള നമ്മുടെ ഗ്ലൂക്കോസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടോ ഇല്ല, ഗ്ലൂക്കോസ് ഇല്ലെങ്കിൽ പിന്നെ അനൈറോബിക് മെറ്റബോളിസം വഴി ആ കോൺട്രാക്ഷനുള്ള എനർജി പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നുള്ളൊരു മാസ് സെറ്റ് ഓഫ് ഡിസിഷൻസ് എടുക്കുന്നത് ഈ പറഞ്ഞ സെറിബെല്ലത്തിന്റെ ഈ പറഞ്ഞ ടൈമിംഗ് ഡിവൈസ് ആയിട്ടുള്ള ഒരു റോൾ വെച്ചിട്ടാണ്. പിന്നെ the cerebellum is directly connected to the vestibular organs. അത് എപ്പോഴും നിങ്ങൾ സെറിബെല്ലത്തിനെ കുറിച്ച് ആലോചിക്കണം. അതായത് ഇപ്പൊ എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ നമുക്കൊരു ചെവിയിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, ഒരു നീർക്കെട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ബാലൻസ് പോണ പോലെ തോന്നും. കാരണം അവിടെ ആക്ട് ചെയ്യുന്നത് ആരാണ്? സെറിബെല്ലാണ്. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഗെറ്റിംഗ് എ പ്രോപ്പർ ഇൻഫർമേഷൻ ഫ്രം ദി വെസ്റ്റിബുലർ ഓർഗൻസ്. എന്ന് വെച്ചാൽ ആ ഒരു പഴുപ്പ് അല്ലെങ്കിൽ ആ ഒരു നീർക്കെട്ട് കാരണം പ്രോപ്പർ ആയിട്ടുള്ള സിഗ്നൽസ് സെറിബെല്ലത്തിലേക്ക് എത്താണ്ടാവുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് ഏബിൾ ടു ഡിസൈഡ് ടു ഫിക്സ് ദാറ്റ് ബാലൻസ് ഓഫ് ദി ബോഡി. ഓക്കെ. ഇപ്പോൾ ഒരുപാട് മരുന്നുകളുണ്ട്. ഇപ്പോൾ വെർട്ടിൻ ആണെങ്കിലും അല്ലെങ്കിൽ ഡിസിറ്റാക് എന്ന് പറഞ്ഞ മരുന്നുകളാണെങ്കിലും വാട്ട് ഇസ് ആക്ച്വലി ഡൂയിങ് ഇസ് ദാറ്റ് ആ നീർക്കെട്ടിന്റെ സിഗ്നൽസിനെ കുറച്ചിട്ട് സെറിബെല്ലത്തിനെ നോർമലൈസ് ചെയ്യാണ് ഫോർ 6 hours. ഓക്കെ. ഇപ്പോൾ സെറിബെല്ലം ഇസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു ദ വെസ്റ്റിബുലർ ഓർഗൻസ്. ഓക്കെ. നെക്സ്റ്റ് ഇപ്പൊ നമ്മൾ പറഞ്ഞു സെറിബെല്ലം എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് അറിയാം. പിന്നെ സെറിബെല്ലത്തിന്റെ മെയിൻ ഫങ്ഷൻസ് എന്തൊക്കെയാണ് അറിയാം. സെറിബെല്ലം ഇസ് ഓൾസോ നോൺ ആസ് വാട്ട്? ദ ലിറ്റിൽ ബ്രെയിൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊരു ഫ്രെയിം, നിങ്ങളൊരു ചെറിയൊരു ബുക്ക് എടുത്തിട്ട് ജസ്റ്റ് ആ സെറിബെല്ലത്തിനെ വരച്ചിട്ട് ഒരു ആരോ മാർക്കൊക്കെ ഇട്ടിട്ട് ഒരു ഫ്ലോ ചാർട്ട് പോലെ വരച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ സ്റ്റേ. ഓക്കെ. കാരണം നമ്മൾ ബേസിക്കലി പഠിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? വി ആർ സ്റ്റഡിങ് അബൌട്ട് ദ സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലെ. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് കുറച്ചും കൂടി നമുക്ക് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ബ്രെയിനിൽ പതിയണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ലൈക്ക് ബൈ ഹാർട്ടിങ്. നമ്മുടെ ആ ഒരു ഇപ്പോൾ നമുക്കറിയാം 4 ലോബ് ഉണ്ട് സെറിബ്രത്തിന് മാത്രം. അപ്പൊ എല്ലാ ലോബുകളും ഒരുമിച്ച് പ്രവർത്തിച്ചാലാണ് നമുക്ക് ഈ പഠിക്കുന്ന കാര്യങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ ബ്രെയിനിൽ സ്റ്റോർ ആവുള്ളൂ. അതിന് ഏറ്റവും നല്ലൊരു ഉപാധിയാണ് സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ജസ്റ്റ് റൈറ്റ് ആൻഡ് സ്റ്റഡി. ഓക്കെ. ചെറിയ രീതിയിൽ. ഇനി ഈ ഒരു സ്ലൈഡ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. വാട്ട് ആർ ദി ഡിസ്ഫങ്ഷൻസ് ഹാപ്പനിങ് വെൻ ദ സെറിബെല്ലം ഇസ് ഇംപയർഡ്. അതായത് സെറിബെല്ലത്തിന് എന്തെങ്കിലും ഒരു ക്ഷതം സംഭവിക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇംപയർഡ് ആകുക? ഓക്കെ. അപ്പൊ അതിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഇപ്പൊ സെറിബെല്ലം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു സോളി കൺട്രോൾഡ് വിത്ത് ദ സോളി കണക്റ്റഡ് ടു ദി മോട്ടോർ സ്കിൽസ് ആണ് അല്ലെ. ഇറ്റ് ഇസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു ദ വെസ്റ്റിബുലാർ ഓർഗൻസ് എന്ന് പറഞ്ഞാലും അതിന്റെ സെറിബെല്ലത്തിന് ഒരു ഡാമേജ് വരികയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നടക്കും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് സിംറ്റംസ് ആയിട്ട് വരും. ഐ മൂവ്മെന്റ് ആൻഡ് ഓക്കുലോമോട്ടോർ ഇഷ്യൂസ്. അതായത് നമ്മുടെ കണ്ണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ പ്യൂപ്പിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും ജെർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ. പിന്നെ നമുക്ക് സ്പീച്ച് ആൻഡ് സ്വാലോയിങ് ഡിഫിക്കൽട്ടീസ്. കാരണം അത് നമ്മുടെ മസിൽ കോൺട്രാക്ഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇറക്കണത് അല്ലെ. നമുക്ക് സ്വാലോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. നമ്മുടെ കൈയും കാലൊക്കെ ഒന്ന് വിറയ്ക്കും. നമുക്ക് ലെഫ്റ്റിലേക്ക് നമ്മൾക്ക് നേരെ നടന്ന് നമുക്ക് നേരെയാണ് നടക്കേണ്ടതെങ്കിൽ അറിയാഞ്ഞിട്ട് ചിലപ്പോൾ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ നമ്മൾ ഇങ്ങനെ മാറി പോകും. നമുക്ക് വേണമെന്ന് വെച്ചിട്ടില്ല. ഇറ്റ് ഇസ് സംതിങ് ബിക്കോസ് ഓഫ് ദ സെറിബെല്ലം ഇസ് ഹാവിംഗ് ലിറ്റിൽ ബിറ്റ് ഓഫ് ഇഷ്യൂസ്. ഓക്കെ. പുവർ ബാലൻസ് ആൻഡ് കോർഡിനേഷൻ ഫ്രം സെറിബെല്ലം ഡീജനറേഷൻ. അതായത് സെറിബെല്ലം ഡീജനറേഷൻ എന്ന് പറയുന്നത് ഒരു ക്ഷതം സംഭവിക്കണ പോലെയല്ല. മെയിൻലി ബിക്കോസ് ഓഫ് ദി ഓൾഡ് ഏജ് അല്ലെ. കാരണം 75 വയസ്സ് കഴിഞ്ഞാൽ സെറിബെല്ലം ഡെഫിനറ്റ്ലി ഡീജനറേറ്റ് ആയി തുടങ്ങും. അപ്പൊ നമുക്ക് ഇപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വീട്ടിൽ അങ്ങനെ 75 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ, നെയ്ബേഴ്സ് ഉണ്ടെങ്കിൽ, റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ ടു ഒബ്സർവ് ദം. അവരെങ്ങനെയാണ് നടക്കണേന്ന്. കാരണം അവർക്ക് ആ നടക്കാനുള്ള കോൺഫിഡൻസ് പോയി. കാരണം they may be seeking the help of their family members. അല്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടിട്ടായിട്ട് നടക്കുക, അല്ലെങ്കിൽ വാക്കിംഗ് സ്റ്റിക്കിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് നടക്കുക. സോ ഇറ്റ് ഇസ് മെയിൻലി ബിക്കോസ് ഓഫ് ദ സെറിബെല്ലം ഡീജനറേഷൻ. ഓക്കെ. പിന്നെ ലീസ്റ്റ് ആയിട്ട് അതായത് റയർ ആയിട്ട് കാർഡിയക് പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം എന്താണ്? മസിൽ കോൺട്രാക്ഷൻസും സെറിബെല്ലും ആയിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ. പിന്നെ there can be moving abnormalities which is also known as the gait abnormalities. Okay. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് ഇറ്റ്സ് എ സിൻഡ്രോം ദാറ്റ് ഇസ് നോൺ ആസ് ടൂറെറ്റ് സിൻഡ്രോം. ഓക്കെ. ഇത് ഞാൻ
I just remembered a movie of Rani Mukherjee which I saw. ഈ ടൂററ്റ് സിൻഡ്രോം എന്ന് പറയുന്നത് സെറിബെല്ലം, അതായത് നമ്മൾ ഇറ്റ്സ് എ കോൺജനിറ്റൽ അബ്നോർമാലിറ്റി, അതായത് സെറിബെല്ലം പ്രോപ്പർലി, സെറിബെല്ലം ഇസ് എ ബിഗ് ടിഷ്യൂ, അപ്പോൾ ബിഗ് പാർട്ട് ഓഫ് ബ്രെയിൻ. പക്ഷെ അതിൻ്റെ ചില ഡെവലപ്മെന്റ് അബ്നോർമാലിറ്റീസ് കാരണം ദിസ് പേഴ്സൺ വിൽ ബി സഫറിങ് ഫ്രം ദിസ് ട്രെമേഴ്സ് ലൈഫ് ലോങ്. ഓക്കെ, അപ്പൊ അങ്ങനെ ടൂറിറ്റ് സിൻഡ്രോം അടക്കമുള്ള പല അസുഖങ്ങളും സെറിബെല്ലത്തിന്റെ പ്രോപ്പർ ഡെവലപ്മെന്റ് പൂർത്തിയാകാത്തത് കൊണ്ടും വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, okay, next part of brain, it is the brain stem. When we wanted to talk about brain stem, നമ്മൾ എവല്യൂഷണറി ബയോളജി പഠിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഹ്യൂമൻസിന്റെ എവല്യൂഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഹ്യൂമൻസിന്റെ എവല്യൂഷനിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോ സാധാരണ രീതിയിൽ ഹോമോസാപ്പിയൻസ് ഹോമസ് ജീനസിൽ നിന്നും ഇവോൾവ് ചെയ്യുമ്പോൾ നമ്മളുടെ പല്ലിന്റെ സ്ട്രക്ചർ, ബക്കൽ കാവിറ്റിയുടെ മോർഫോളജി, അതുമാതിരി നമ്മൾ എത്രമാത്രമാണ് ബൈപെഡലിസം അഡാപ്റ്റ് ചെയ്തിട്ടുള്ളത്, ഈ രണ്ട് ക്രൈറ്റീരിയന്റെ കൂടെ ഏറ്റവും കൂടുതലായിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ് ബ്രെയിനിന്റെ സ്ട്രക്ചറൽ അഡാപ്റ്റേഷൻസിൽ വന്നിട്ടുള്ള ചേഞ്ച്. കാരണം ഏറ്റവും ആദ്യം ഫോം ചെയ്തിട്ടുള്ള ഒരു ബ്രെയിനിന്റെ കോമ്പോണന്റ് ആണ് ബ്രെയിൻ സ്റ്റെം. അതായത് ബ്രെയിൻ സ്റ്റെം ഇസ് എവല്യൂഷണറിലി ദ മോസ്റ്റ് ഏൻഷ്യന്റ് പാർട്ട് ഓഫ് ബ്രെയിൻ, ബിഗിനിങ് അറ്റ് ദ ഫോറാമൻ മാഗ്നം. അതായത് ഈ കാണുന്നതാണ് ഫോറാമൻ മാഗ്നം എന്ന് പറയുന്നത്. നമ്മുടെ തലയോട്ടിയുടെ ഉള്ളില്, തലയോട്ടിയുടെ ഏറ്റവും താഴെയായിട്ട് ഓക്സിപിറ്റൽ ലോബിന്റെ താഴെ കാണുന്ന ഒരു ഹോളാണ് ഫോറാമൻ മാഗ്നം. അപ്പൊ ഫോറാമൻ മാഗ്നത്തിന്റെ ആ ഒരു സക്സസ്ഫുൾ അഡാപ്റ്റേഷൻ ആണ് ക്വാഡ്രിപെഡൽസിൽ നിന്നും നമ്മളെ ബൈപെഡൽസ് ആക്കിയിട്ടുള്ളത്. അപ്പൊ അതിനോട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു പാർട്ടാണ് ബ്രെയിൻ സ്റ്റെം. സോ ഇറ്റ് ഇസ് എവല്യൂഷണറിലി വെരി മച്ച് സിഗ്നിഫിക്കന്റ്. പിന്നെ ബ്രെയിൻ സ്റ്റെം എന്ന് പറയുമ്പോൾ അതിൽ 3 പാർട്സ് ആണ് ഉള്ളത്. ഏറ്റവും താഴെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് ദ മെഡുല ഒബ്ലൻഗാറ്റ, ദർ ഇസ് ദ പോൺസ് ആൻഡ് ദർ ഇസ് ദ മിഡ് ബ്രെയിൻ. ഓക്കെ, അപ്പൊ അതില് നമ്മൾ ഏറ്റവും ആദ്യം നോക്കുകയാണെങ്കിൽ വി ക്യാൻ ലുക്ക് അബൌട്ട് ദിസ് മെഡുല ഒബ്ലൻഗാറ്റ. ഓക്കെ, നമ്മൾ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് ഈ മെഡുല ഒബ്ലൻഗാറ്റ. മെഡുല എന്ന് പറയുന്നത് ഇറ്റ് മേ ബി ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി എ പാർട്ട് ഓഫ് ബ്രെയിൻ. ആൻഡ് ഒബ്ലോങ്കാറ്റ എന്ന് വെച്ചാൽ ഒബ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഓവൽ ഷേപ്പാണ്. ഓക്കെ, മെഡുല ഒബ്ലൻഗാറ്റ കുഞ്ഞിതാണെങ്കിലും ഇറ്റ്സ് ലൈക്ക് 2.5 സെന്റിമീറ്റർ ഇൻ ഡയമീറ്റർ. അപ്പോൾ മെഡുല ഒബ്ലൻഗാറ്റന്റെ പേര് വരുന്നത് തന്നെ അതിന്റെ ഷേപ്പ് കാരണമാണ്. ഓക്കെ, സോ ബ്രെയിൻ സ്റ്റെമ്മിന് ഏറ്റവും ആദ്യത്തെ പാർട്ട് ആണ് മെഡുല ഒബ്ലൻഗാറ്റ. അപ്പോൾ മെഡുല ഒബ്ലൻഗാറ്റ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ആക്ടിങ് വെരി മച്ച് സുപ്പീരിയർലി ടു കണക്ട് ദ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബ്രെയിൻ ടു ദി സ്പൈനൽ കോഡ്. ഈ പറഞ്ഞ മെഡുല ഒബ്ലൻഗാറ്റയാണ് ബ്രെയിൻസിന്റെ പല ഭാഗത്തു നിന്നുള്ള ഇൻഫർമേഷൻസ് അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡറിൽ സ്പൈനൽ കോഡിൽ കൂടെ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമുക്കറിയാം ഒരുപാട് ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോ ഈ പറഞ്ഞ ബ്രെയിൻ സ്റ്റെമ്മിന്റെ 3 പാർട്സ് ആണ് മെഡുല ഒബ്ലൻഗാറ്റ, പോൺസ് ആൻഡ് മിഡ് ബ്രെയിൻ അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ ഓരോ നെർവ്സിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. CN which is followed by a Roman letter അല്ലെ? ഇതൊക്കെ ക്രാനിയൽ നെർവ്സ് ആണ്. അതായത് ബ്രെയിനിന്റെ ഉള്ളിൽ കൂടെ പോകുന്ന ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് നെർവ്സിനെയാണ് നമ്മളിങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ബ്രെയിൻ സ്റ്റെമ്മിന് 3 പാർട്സ് പഠിക്കുമ്പോൾ ആ മെഡുല ഒബ്ലൻഗാറ്റ കൂടെ പാസ് ചെയ്യുന്ന ക്രാനിയൽ നെർവ്സ് ഏതാണ്? ബിക്കോസ് നമ്മൾ നെക്സ്റ്റ് പാർട്ടില് ക്രാനിയൽ നെർവ്സിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ക്രാനിയൽ നെർവ് 9 അല്ലെങ്കിൽ ക്രാനിയൽ നെർവ് 10, 11, 12 എന്നൊക്കെ പറയുമ്പോൾ 9 to 12 അടങ്ങുന്ന ക്രാനിയൽ നെർവിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ സ്റ്റെമ്മിലുള്ള മെഡുല ഒബ്ലൻഗാറ്റയാണ്. ഓക്കെ, അതുപോലെ 6ഉം 5ഉം 7 ഒക്കെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ബ്രെയിൻ സ്റ്റെമ്മിലെ പോൺസ് റീജിയനിലാണ്. അതുപോലെ തന്നെ മിഡ് ബ്രെയിനിന് അതിൻ്റെതായിട്ടുള്ള ക്രാനിയൽ നെർവ്സ് അതിൽ കൂടെ ട്രാൻസ്ഫേഴ്സ് ചെയ്ത് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്രാനിയൽ നെർവ് എന്താണ് എന്നതിനേക്കാളും ഉപരിയാണ് അത് ഏത് ഭാഗത്താണ്. ഡെഫിനറ്റ്ലി ഇത് സ്പാനിങ് ദ മേജർ പോർഷൻ ഓഫ് ദ ബ്രെയിൻ സ്റ്റെം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് മെഡുല ഒബ്ലൻഗാറ്റയുടെ ഫങ്ഷൻസ് ആണ്. മെഡുല ഒബ്ലൻഗാറ്റയുടെ സ്ട്രക്ചർ അറിയുമ്പോൾ നമുക്കറിയാം അത് മെയിൻലി അതൊരു കോൺഡ്യൂട്ട് എന്ന് പറഞ്ഞ ഒരു ചാനൽ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. എന്തിനെ? അതായത് ഇൻഫർമേഷനെ സ്പൈനൽ കോഡിൽ നിന്ന് ലഭിക്കുന്ന ഇൻഫർമേഷനെ ബ്രെയിനിന്റെ ആക്റ്റീവ് ഏരിയസിലേക്ക് കൺവേ ചെയ്യാനും ഒരു റിലേ നടത്തുന്ന മാതിരി, അതേപോലെ തന്നെ ബ്രെയിനിൽ നിന്നുള്ള ഇൻഫർമേഷൻ സ്പൈനൽ കോഡിലേക്ക് കണ്ടക്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ചാനൽ പോലെ അത് ആക്ട് ചെയ്യുന്നുണ്ട് മെഡുല ഒബ്ലൻഗാറ്റ. പിന്നെ നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് it contains the reflex centers associated with control of respiration, cardiovascular system and consciousness. Okay, അപ്പൊ നമ്മൾ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു
നമുക്ക് ഇപ്പോൾ പ്രഷർ ഭയങ്കരമായിട്ട് കൂടുകയാണ്, ഓക്കെ, അല്ലെങ്കിൽ പ്രഷർ ഭയങ്കരമായിട്ട് കുറയാണ്, നമ്മുടെ ബോഡി അതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ ശ്രമിക്കും പല രീതിയിലും. അങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ ആ ഒരു ആക്ഷന് പറയുന്ന പേരാണ് റിഫ്ലെക്സ് സെന്റേഴ്സ്. അതിപ്പോ കാർഡിയോവാസ്കുലർ സിസ്റ്റം ആകാം, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ബ്രെത്ത്ലെസ്നെസ്, നമ്മുടെ ലങ്സിന്റെ ഒരു ഡിഫോമിറ്റി, ഒരു കുഞ്ഞൊരു മൊമെന്ററിലി ബ്രെത്ത്ലെസ്നെസ് വന്നു കഴിഞ്ഞാൽ അതിനെ കോപ്പപ്പ് ചെയ്യാൻ നമ്മുടെ ബോഡി ശ്രമിക്കും. അതും ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് റിഫ്ലെക്സ് സെന്റേഴ്സ്. ഓക്കെ, അങ്ങനെയുള്ള centers associated with respiration, cardiovascular system and consciousness. ഇത് മൂന്നും ആരുടെ ഡ്യൂട്ടിയാണ്? ഇറ്റ് ഇസ് ദ ഡ്യൂട്ടി ഓഫ് മെഡുല ഒബ്ലൻഗാറ്റ. അപ്പൊ രണ്ട് ഡ്യൂട്ടീസ് ആണ്. ഒന്ന്, ഇറ്റ് ആക്ട്സ് ആസ് റിഫ്ലെക്സ് സെന്റേഴ്സ് ഫോർ ദിസ് റെസ്പിറേഷൻ, cardiovascular systems and consciousness. രണ്ടാമത്തത്, it acts as a channel for conducting the information from the brain to spinal cord and from spinal cord to the brain in the most efficient way. Okay. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന, ഇപ്പോൾ നമ്മളുടെ മെഡുല ഒബ്ലൻഗാറ്റ കഴിഞ്ഞു. അതിന് തൊട്ട് മുകളിലുള്ള ഒരു ഓർഗൻ ആണ്, ബ്രെയിൻ സ്റ്റെമിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഓർഗൻ ആണ് പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ പോൺസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് അബവ് ദ മെഡുല ഒബ്ലൻഗാറ്റ, ആൻഡ് ദിസ് പോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള കുഞ്ഞു ഓർഗൻ ആണ്. ഇറ്റ് ഇസ് കണക്ടിങ് ദ മെഡുല ഒബ്ലൻഗാറ്റ ടു ദി അപ്സൈഡ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ക്രാനിയൽ നെർവ്സ് ഈ പറഞ്ഞ പോൺസ് റീജിയനെ കൂടി പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ക്രാനിയൽ നെർവ്സ് ഏത് ഓർഗൻ കൂടിയാണ് പാസ് ചെയ്യുന്നത്, ആ ഓർഗന് അതിൻ്റെതായിട്ടുള്ള സ്പെഷ്യാലിറ്റി വന്നു ചേരുകയാണ് ബിക്കോസ് ഓഫ് ദ ട്രാൻസ്വേഴ്സിങ് ആക്ഷൻ ഓഫ് ദിസ് ക്രാനിയൽ നെർവ്സ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് മിഡ് ബ്രെയിൻ ആണ്. അപ്പോൾ വി കവേർഡ് ദിസ് മെഡുല ഒബ്ലൻഗാറ്റ, നെക്സ്റ്റ് ഇസ് ദ പോൺസ്, ആൻഡ് നെക്സ്റ്റ് ഇറ്റ് ഇസ് ദ മിഡ് ബ്രെയിൻ. ഓക്കെ, അപ്പൊ മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത് എന്താ? പോൺസിന്റെ മുകളിൽ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്ന ഒരു പാർട്ട് ഓഫ് ബ്രെയിൻ സ്റ്റെം ആണ് മിഡ് ബ്രെയിൻ. അപ്പൊ മിഡ് ബ്രെയിനിൽ നമ്മളിപ്പോൾ അതിന്റെ ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ആക്ടിവിറ്റി ഡിഫോൾട്ട് ആയിട്ട് നമുക്കറിയാം ഒത്തിരി ക്രാനിയൽ നെർവ്സ് അതിൽ കൂടെ ട്രാൻസ്ഫേഴ്സ് ചെയ്യുന്നുണ്ട് അല്ലെ. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിലാണ് സബ്സ്റ്റാൻഷ്യ നിഗ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൊസിഷൻ ഉള്ളത്. ഓക്കെ, ഈ സബ്സ്റ്റാൻഷ്യ നിഗ്രയുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ മെജോറിറ്റി ആയിട്ടുള്ള അതൊരു 90% ഡോപ്പമിൻ സിന്തസൈസ് ചെയ്യപ്പെടുന്നത് ഈ പറഞ്ഞ സബ്സ്റ്റാൻഷ്യ നിഗ്ര യിലാണ്, വിച്ച് ഇസ് ആക്ച്വലി എ പാർട്ട് ഓഫ് ദിസ് മിഡ് ബ്രെയിൻ. ഓക്കെ, അപ്പൊ ഡോപ്പമിന്റെ സിന്തസിസ്, ഡോപ്പമിന്റെ എന്താ പറയാ ബയോകെമിക്കൽ റോള്, അത് ഫിസിയോളജിയിൽ വരുത്തുന്ന മാറ്റങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം, കാരണം അതൊരു ഹാപ്പി ഹോർമോൺ ആണ് അല്ലെ ഡോപ്പമിൻ. അപ്പൊ ഡോപ്പമിന്റെ പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതും കറക്റ്റ് ആയിട്ടുള്ള ഡോസിൽ അത് ബ്ലഡ് സ്ട്രീമിലേക്ക് റിലീസ് ചെയ്യുന്നത് അടക്കം വരുന്നത് സബ്സ്റ്റാൻഷ്യ നിഗ്രയുടെ ഒരു പിവോട്ടൽ റോളാണ്. ആൻഡ് ദിസ് സബ്സ്റ്റാൻഷ്യ നിഗ്ര ഇസ് പാർട്ട് ഓഫ് ദിസ് മിഡ് ബ്രെയിൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഗ്രോസ് ന്യൂറോ അനാറ്റമി ഓഫ് ബ്രെയിൻ്റെ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇനി തേർഡും ഫോർത്തും പാർട്ടുണ്ട്, അത് കുറച്ച് ചെറുതായിരിക്കും. സോ ഞാനിപ്പോൾ പിക്ചേഴ്സ് മാത്രമാണ് ഈ ഒരു സ്ലൈഡിൽ കൂടുതലായിട്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതും. അപ്പൊ നിങ്ങൾ ആ പിക്ചേഴ്സ് വെച്ച് ഒരു കുഞ്ഞൊരു ലെക്ചർ നോട്ട് പോലെ എഴുതിയതിനു ശേഷം ഐ വിൽ ഷെയർ ദ PDF വിത്ത് യു. ഓക്കെ, അപ്പോൾ എൻജോയ് യുവർ ഹോളിഡേയ്സ്. താങ്ക് യു സോ മച്ച്.